Hi, good morning. Hello guys, good morning. Weekend Vlogsന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടത് മുഴുവൻ മഴയാണെങ്കിൽ ഇന്ന് നട്ടപ്പൊരു വെയിലാണ്. ടെമ്പറേച്ചർ സണ്ണി ഡേ. അതെ, 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നത്തെ. നല്ല തണുപ്പുണ്ട്. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ്. യെസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യലി ഫോർ UK, നാട്ടിൽ നിന്ന് UK-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാർഡ് എടുക്കണം, ലൈക്ക് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് പോലെ. അപ്പോൾ ആധാർ കാർഡ് പോലത്തെ ഇവിടുത്തെ കാർഡിന്റെ പേര് എന്തായിരുന്നു? BRP കാർഡാണ്. ബയോമെട്രിക് റെസിഡന്റ് പെർമിറ്റ്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഒരു GP ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം. നമ്മൾ ഓൾറെഡി ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഇൻഷുറൻസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു GPനെ നിയറസ്റ്റ്, നമ്മൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നിയറസ്റ്റ് GPനെ നമ്മളതെങ്ങനെ സെർച്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് എങ്ങനെ ഒരു GP ഡോക്ടറെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മൾ GP ലൊക്കേറ്റർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് NHSൻ്റെ ഫൈൻഡ് എ GP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ തന്നെ നമുക്കൊരു പോസ്റ്റ് കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം നമ്മുടെ പോസ്റ്റ് കോഡ്. അപ്പോൾ നമുക്ക് നിയർ ബൈ GP സർജറീസ് ഏറ്റവും നിയറസ്റ്റ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നിയറസ്റ്റ് ഒരു NHSൽ പോയിട്ട് നമ്മൾ GPനെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. നാഷണൽ ഹെൽത്ത് സർവീസ്, യെസ്, ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ GPനെ അവർ ഫോം തരും. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ GPനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ബേസിക്കലി ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും കാണാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ NHS വരുന്നത്. ഒരു ക്ലിനിക്കല്ലേ, നാട്ടിലെ ചെറിയ ക്ലിനിക്കൽ സെറ്റപ്പ് ആണ് തോന്നുന്നു. അതെ, ഹെൽത്ത് സെന്റർ ആണ്. ലിവർപൂൾ റോഡ് ഹെൽത്ത് സെന്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ അസുഖം വന്നാലും നമ്മുടെ ഇവിടെ GPയുടെ അടുത്താണ് വരുന്നത്. ലിവർപൂൾ റോഡ് ഹെൽത്ത് സെന്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ നമുക്കൊരു ലീഫ്ലെറ്റ് തന്നു. അപ്പോൾ ഇവരുടെ ലിയാവെയിൽ മെഡിക്കൽ ഗ്രൂപ്പാണത്. അപ്പോൾ നമുക്കൊരു രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ നമുക്ക് ഒരു ഇമെയിൽ വരും. 2 ഇമെയിൽ വരും. ഒരു ഇമെയിൽ എന്ന് പറയണത് നമ്മുടേത് അവർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വരും. ദെൻ നമുക്ക് ഏത് ഡോക്ടറുടെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ള ഒരു ഇമെയിലും കൂടിയും വരും. നമ്മളുടെ എല്ലാം ഓക്കെ ആണെങ്കിൽ, ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അങ്ങനെ വരും എന്നാണ് പറഞ്ഞത്. സോ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡോക്ടറെ കാണേണ്ട സമയത്ത് അതിനെ വിളിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വരാം. വീണ്ടും ഇവിടെ വരേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു രജിസ്റ്റർ ആൻഡ് ദെൻ റിസീവ് ദ ഫുൾ റേഞ്ച് ഓഫ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ ദാറ്റ് വി പ്രൊവൈഡ് എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇത് പല സ്ഥലത്തും പല പ്രൊസീജിയറാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടത് നമ്മളിവിടെ വന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. സോ ഇപ്പോൾ എല്ലാം പേപ്പർലെസ്സിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് ലൂട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്കാണ് ഈ ഒരു സെൻറ്റർ വരുന്നത്. അപ്പോൾ വേറെ ഏരിയയിലുള്ളവർക്ക് വേറെ ഹോസ്പിറ്റലായിരിക്കാം, വേറെ പ്രൊസീജിയർ ആയിരിക്കാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ടേക്ക് കെയർ, ബൈ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ, നമ്മുടെ വ്ളോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. മലയാളി സബ്സ്ക്രൈബേഴ്സിനും കൂടി കിട്ടുമെന്നും ശുഭാപ്തി വിശ്വാസത്തോടെ. അതെ, ബൈ.